അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു ഫ്രെയിം കാണുന്നില്ലേ, അതാണ് വാങ്കഡേ സ്റ്റേഡിയം. ഇവിടുന്ന് കേസ് ഇനി അങ്ങ് അറ്റം വരെ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഫുള്ളും ഇതേപോലെ സ്ട്രീറ്റ് ഷോപ്പിംഗ് ആണ്. ഇങ്ങനെ ബാർഗെയിൻ ചെയ്ത് എടുക്കാനുള്ള അവൻ 350 പറഞ്ഞു, ഞാൻ 100 പറഞ്ഞു, 100 തരാമെന്ന്. നമ്മൾ മലയാളം കയറി പറയുന്നുണ്ട് ഗീസ്, അതാണ് ഈ മലയാളം പറയുന്ന കിട്ടും. ഹലോ ഗായ്സ്, അപ്പോഴത്തേ ഞങ്ങളതേ മുംബൈയിലാണ്. ഞങ്ങൾ മുംബൈയിലൊന്ന് കറങ്ങാമെന്ന് വിചാരിച്ച് വന്നതാണ്. കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്, മുംബൈയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. മുംബൈയിൽ കൂടെ ഇങ്ങനെ വൈകിട്ട് നടക്കാനൊക്കെ ഭയങ്കര പീസാണ് ഗീസ്. വൈകിട്ടൊക്കെ ആകുമ്പോൾ ആ ലൈറ്റൊക്കെ വരുമ്പോൾ മുംബൈയിലെ ബിൽഡിങ്സൊക്കെ കാണാനുണ്ടല്ലോ, നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മളിത് ഇപ്പോൾ നിൽക്കുന്നത് മറൈൻ ഡ്രൈവ്സിലാണ്. ഇവിടുത്തെ ബീച്ചൊക്കെ ഇല്ലേ, ഇതേ തൊട്ടപ്പുറത്താണ്. അപ്പോൾ ഞങ്ങളിത് അങ്ങോട്ടാണ് ആദ്യം പോകുന്നത്. എന്നിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. ഇതിങ്ങനെ ഒരു സർക്കിൾ ഷേപ്പിൽ കിടക്കുക, ഫുൾ സർക്കിൾ ഇല്ല. നല്ല നീറ്റൊക്കെയാണ് ഗീസ്, നല്ല നീറ്റാണ്, നല്ല ക്ലീൻ ആൻഡ് നീറ്റാക്കി ഇട്ടിട്ടുണ്ട് കോർപ്പറേഷൻ. മുമ്പ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ കുറച്ച് ഇവിടെയൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. നല്ല രസമാണ് ഗീസ്. ഇപ്പോൾ വൈകിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കാനൊക്കെ ഉണ്ടല്ലോ, കടൽ കണ്ട് ഡയറക്റ്റ് ആ കടൽ കണ്ട് നമ്മുടെ ഒരു സിറ്റിയുടെ സൈഡിൽ വന്നിരിക്കാനുണ്ടല്ലോ, കൊള്ളാം. നമ്മുടെ നാട്ടിലൊക്കെ ഇതേപോലെയൊക്കെ ആയിരുന്നെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു. വീരാറിന് ജസ്റ്റ് ഓപ്പോസിറ്റ് അല്ലേ, വീരാർ എപ്പോഴും ഹോണടിയും കാര്യങ്ങളും. റോഡിന് തൊട്ട് സൈഡിലായിട്ടും കൂടെ വലിയ ഹോണും ബഹളവും ഇല്ല, ഇടയ്ക്കൊക്കെ ഹോൺ കേൾക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു ഫ്രെയിം കാണുന്നില്ലേ, അതാണ് വാങ്കഡേ സ്റ്റേഡിയം. തൊട്ടടുത്ത അവിടെ വാങ്കഡേ സ്റ്റേഡിയത്തിൽ കയറുന്ന വഴിയുണ്ടോ, ഗേറ്റ് നമ്പർ 2 ആണിത്. ഞങ്ങളിനി ഇവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ഫാഷൻ സ്ട്രീറ്റിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു ഷോപ്പിങ്ങിനായിട്ട് വലിയൊരു സ്ട്രീറ്റ് ഉണ്ട്. ഭയങ്കര വലുതാണ്, ഭയങ്കര അഫോർഡബിൾ പ്രൈസിൽ കിട്ടും. ഞങ്ങൾ നേരെ ഷോപ്പിങ്ങിനായിട്ട് അങ്ങോട്ട് പോവുകയാണ്. ജോമൻ പറഞ്ഞിട്ടാണ് എനിക്ക് ആ സ്ട്രീറ്റിനെ കുറിച്ച് അറിയാമെന്നുള്ള. അങ്ങനെ 2-3 വട്ടം അവിടെ പോയിട്ടുണ്ട്. കഴിഞ്ഞ വട്ടം ഓഫീസിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴൊക്കെ ഞാൻ മുന്നേ ട്രാവൽ ചെയ്തിട്ട് ലാസ്റ്റ് മുംബൈയിൽ വരും. മുംബൈ വന്നിട്ട് ഫാഷൻ സ്ട്രീറ്റിൽ വരുന്നു, കുറച്ച് ഷോപ്പ് ചെയ്യുന്നു, പോകുന്നു. കാരണം നമുക്ക് നല്ല ലാഭത്തിന് ഷോപ്പ് ചെയ്യാം അവിടെ നിന്ന്. ഇതായിരുന്നു മുമ്പ് എൻ്റെ പരിപാടി. നമുക്കൊരു 1000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഒരു 4-5 ഷർട്ട്, 3-4 ഷോർട്ട്സ്, അങ്ങനെ കുറച്ച് അധികം ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് പോകുമായിരുന്നു. ഇതുവഴിയാണ് ഇത് നടന്നു പോകുന്നത്. പോകുന്ന വഴിക്ക് ഫുള്ള് ഇങ്ങനെ തിരക്കാണ്. പോകുന്ന വഴിക്ക് ഇതേ സൈഡിൽ കുറേ സ്ട്രീറ്റ് വെൻഡേഴ്സൊക്കെ ഉണ്ട്. ഇതേപോലെ തന്നെയാണ് ഫാഷൻ സ്ട്രീറ്റും. ഇത് ശരിക്കും ഫാഷൻ സ്ട്രീറ്റ് അല്ല, ഇതിൻ്റെ അപ്പുറത്താണ്. ഇതേപോലെ തന്നെയാണ്, ഇതിൻ്റെ ഒരു സിമിലർ പാറ്റേൺ തന്നെയാണ് അവിടെ. പക്ഷേ അവിടെ കുറച്ചുകൂടെ ലാഭത്തിന് കിട്ടും. ഞങ്ങളിതേ ഫാഷൻ സ്ട്രീറ്റ് എത്തിയിട്ടുണ്ട്. കിലോമീറ്റേഴ്സ് ഇതേപോലെ കിടപ്പുണ്ട് അങ്ങ് അറ്റം വരെ. ഇവിടെ ഷോർട്സ് നോക്കാൻ കയറിയിരിക്കാനായിട്ടോ. ജോമന്റെ ബാർഗിൻ സ്കിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം കേസ്. ഇങ്ങനെ ബാർഗെയിൻ ചെയ്ത് എടുക്കാനുള്ള അവൻ 350 പറഞ്ഞു, ഞാൻ 100 പറഞ്ഞു, 100 തരാമെന്ന്. ജോമന്റെ അടുത്ത കടയിൽ കയറിയിട്ടുണ്ട്. എന്തെറ്റി ഈ കൊടുക്കത്തില്ല, ഞാൻ 100, എല്ലാം ഞാൻ 100 പിടിക്കത്തുള്ളൂ. ഇവിടുന്ന് കേസ് ഇനി അങ്ങ് അറ്റം വരെ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഫുള്ളും ഇതേപോലെ സ്ട്രീറ്റ് ഷോപ്പിംഗ് ആണ്. कोई बात नहीं सर, मैं भी समझ गया, लेकिन 2 चाहिए ना। ये दादर होलसेल जाए तो ये वो 25-60 में मिलेगा। वो अलग चीज़ है सर, दादर नहीं ये सेम क्वालिटी है, मुझे पता है. ये 2 चाहिए ना सर। ഇവിടെ നമ്മൾ അടിച്ച് താഴ്ത്തിയങ്ങ് പറഞ്ഞോണം, അവർ തരും, പക്ഷേ നമ്മളങ്ങ് കട്ടയ്ക്ക് വേണമെന്ന് പറഞ്ഞ് നിന്ന് കുറവാണെങ്കിൽ കിട്ടും. ജോമന്റെ സെക്ഷൻ എത്തുമ്പോൾ ജോമ സ്ലോ ആവും, എൻ്റെ സെക്ഷൻ എത്തുമ്പോൾ ഞാൻ സ്ലോ ആവും. ഈ മാള് എവിടെ പോയാലും ഉണ്ടല്ലോ, ഇവിടെ പറ്റിക്ക് എളുപ്പമാണ് ആൾക്കാരെ. ഇവിടെ ചെന്ന് നേരെ ഇംഗ്ലീഷ് പറയുമ്പോഴേ ഇതിവിടെ ഉള്ള ആളെല്ലാം അടിച്ചു കൂട്ടും. ഇത് കാണുമ്പോഴേതെങ്കിലും ഫംഗ്ഷന് പോകാൻ തോന്നുന്നേ. അങ്ങറ്റത്തോട്ട് കേസ് ഇത് ഇങ്ങേ അറ്റം വരെ ഉണ്ട്.
ഏകദേശം ഒരു 1.5 കിലോമീറ്ററിന് മേലുണ്ട്. ഇങ്ങനെ നടന്നു തുടങ്ങിയുണ്ടല്ലോ ഒരു 3-4 മണിക്കൂറോട്ട് ഇങ്ങറ്റത്തുനിന്ന് അങ്ങറ്റെത്താൻ വേണ്ടി. അത്രയ്ക്ക് വലുതാണ്. कितना है? 1000 पे कर सकते अरे अरे भाई कम करो. पहले सूट है सर नहीं 200 में दो. हाँ 200. क्या 200 अरे भाई ये पैंट है ना. हाँ ये क्वालिटी देखो. क्वालिटी क्या ये है ना क्वालिटी. 200 का या 200 का क्वालिटी ओह है. माय गॉड 200 क्या आता ना अरे भाई ये 200 का क्वालिटी कुछ देखो. नहीं आता 200 सिलाई नहीं होती है 200 का दो चाहिए. 2 नहीं 10 दे दो. का नहीं आता 200 में ना 2 चाहिए. अरे नहीं आता 350 ലാസ്റ്റ് പ്രൈസ്. ഏകദേശം ഒക്കെ ആയിട്ട് ലാസ്റ്റ് ടൈം മാറി. ഇവള് മലയാളം കയറി പറയുന്നുണ്ട് ഗീസ്. അതാണ് ഈ മലയാളം പറഞ്ഞാൽ കിട്ടത്തില്ല. ഞാൻ നൈസിന് അവനെ ആദ്യം 170 ഉറപ്പിച്ച് ഒരു പീസ് 170 ഉറപ്പിച്ചതാ. ഇവള് കയറി മലയാളം പറയുന്നു, അതോടെ കുറയ്ക്കത്തില്ല. അടുത്ത സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇവിടെ എത്രയാ പറയുന്നത്? ഇങ്ങനെയൊക്കെ എടുത്തോ. ഞാൻ മലയാളം പറയും പല്ല കേസ്. अरे बाय कितना भाई 200 अच्छा. ഇവിടെ ബാർഗെയിൻ ചെയ്തതിൻ്റെ പക്ക ചീപ്പിന് കിട്ടും. പക്ഷെ നമ്മൾ ബാർഗെയിൻ ചെയ്യണം. പക്ഷെ ഇവള് വന്ന് എൻ്റെ ഇടയ്ക്ക് മലയാളം പറയുമ്പോൾ അവന്മാർ നടക്കത്തില്ല. അവന്മാർക്ക് അറിയാം പുറത്തുനിന്നുള്ള ആളാണെന്ന്. ഞാൻ ഈ നിമിഷം മുതൽ ഊമയാവണം. അതാ സത്യം പറഞ്ഞത്. നല്ലത് എനിക്ക് കിട്ടും. അപ്പോൾ ഇതിന് 950 രൂപ പറഞ്ഞാണ് കേസ്. നല്ല ക്വാളിറ്റി ഉണ്ട്. നമ്മളത് 200 രൂപയ്ക്ക് മേടിച്ചു. മാൾ ഒരക്ഷരം മിണ്ടാത്തതുകൊണ്ടാണ് നമുക്ക് 200 രൂപയ്ക്ക് കിട്ടിയത്. 150 രൂപയ്ക്ക് ചിലപ്പം കുറച്ചുകൂടെ കുറവേ കിട്ടുമായിരുന്നു. പിന്നെ വയ്യ കേസ്, നല്ല ക്വാളിറ്റി ഉണ്ട്. ഈ ഒരു റേറ്റിന് അത് കിട്ടുന്നത് കൊള്ളാം അല്ലേ? നല്ല ക്വാളിറ്റി ഇല്ലേ? ഇവിടെയുള്ള എല്ലാം 150 രൂപ. 150 രൂപ 150 രൂപ 150 രൂപ. എന്ത് ശാന്തമായ മുമ്പ് അല്ലേ മാളു? അല്ലെങ്കിൽ ഇങ്ങനെ കാണാൻ പറ്റുമോ? അയ്യോ, രാവിലെ തുടങ്ങുന്ന തിരക്കാ. ആ ഓട്ടപ്പാച്ചിൽ തീരുന്നത് ഈ ഒരു ടൈമൊക്കെ ആവുമ്പോൾ. ഇപ്പോഴും നമ്മുടെ ഫാഷൻ സ്ട്രീറ്റിൻ്റെ ഇങ്ങേറ്റം എത്തിയിട്ടില്ല. ഡബിൾ ഡെക്കർ ബസ്സിൽ കയറാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ബസ് സ്റ്റോപ്പിൽ കാലൊക്കെ വയ്യ നടന്നു. ഡബിൾ ഡെക്കർ ബസ്സിൽ കയറാൻ പോവാം. രസമുണ്ടോ കാരണം നല്ല കുലുക്കമുണ്ട് ബസ്. ഗ്ലാസ് ക്ലിയർ ഒന്നുമില്ല ഗീസ്. നല്ല രസമുണ്ട് കേട്ടോ ഈ ടോപ്പിൽ കയറിയിരിക്കാൻ. ബസ്സിൽ നിന്ന് ഇറങ്ങുവാണ്. കൊള്ളാം, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഡബിൾ ഡെക്കർ ബസ് നമ്മൾ ടോപ്പ് വ്യൂവിൽ കാണുന്നൊരു ഫീലാണ്. ഇതാണ് ഗേസ് മുംബൈ CST റെയിൽവേ സ്റ്റേഷൻ. ഇവിടെയാണ് അജ്മൽ കസബ് വന്നിറങ്ങിയത്. ഭയങ്കര ഭംഗിയല്ലേ ഇതൊക്കെ കാണാൻ. അപ്പോൾ ഗൈസ് ഞങ്ങളിത് എന്തായാലും വീട്ടിലോട്ട് പോവാണ് ഗൈസ്. ഞങ്ങളുടെ ഒരു കോഫിയൊക്കെ കുടിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് ട്രെയിൻ വരും. ഞങ്ങൾ എന്തായാലും വീട്ടിലോട്ട് പോവാണ് ഗൈസ്. അപ്പോൾ ഒരു അടിപൊളി മുംബൈ ഔട്ടിംഗ് ആയിരുന്നു. കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. കൊള്ളായിരുന്നു. അപ്പോൾ എന്തായാലും ഗൈസ് ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.